ഗുരുവായൂർ ദേവസ്വത്തിന് ഈ സർക്കാർ അനുശാസിക്കുന്ന നിയമങ്ങളനുസരിച്ച് ആനയെൽപ്പ് നടത്തണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അവരൊക്കെ ലംഘിക്കുന്നുണ്ട് അവിടെ. ഈ ലോഹഭാഗങ്ങളുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആനകളെ കൊണ്ടു നടക്കരുത് എന്നുള്ള നിയമം അവർ എല്ലാ ദിവസവും ലംഘിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി ഉത്തരവിൽ ആനകൾ തമ്മിൽ എഴുന്നള്ളിക്കുമ്പോൾ അകലം പാലിക്കണം എന്നുള്ള ചട്ടമൊന്നും അവിടെ 13 തൊട്ട് പാലിക്കുന്നില്ല. മാത്രമല്ല, ഈ ആനകളും കൊട്ടുന്നവരും ആനകളും വിളക്ക് പിടിച്ചവരും തമ്മിലുള്ള അകലം കൃത്യമായിട്ട് പറഞ്ഞിട്ടും അതവർ പാലിക്കില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഉത്തരവ് ഇറങ്ങിയില്ല. അതെന്താ വെച്ചാൽ ആനക്കോട്ടയിൽ നിന്ന് ആനകളെ നൽകാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആനയുടെ ശരീരഭാഗങ്ങളിൽ പലവിധ നിറങ്ങളുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കുറി തൊടുന്നത് അനുവദിക്കില്ല എന്നും, അങ്ങനെ കുറി തൊട്ട് കഴിഞ്ഞാൽ അത് നെറ്റിപ്പട്ടത്തിലേ ആവണമെന്നും, അത് പിന്നെ നെറ്റിപ്പട്ടം വൃത്തിയാക്കുമ്പോൾ വൻതോതിൽ തുക ചെലവഴിയണമെന്നും ചിലവ് കൂടുന്നെന്നും പറഞ്ഞിട്ട് അത്തരത്തിൽ കുറികൾ തൊളിയിക്കേണ്ട ആനകളെ കൊണ്ടുവരുന്നെങ്കിലും ഇപ്പോൾ ഗുരുവായൂർ ദിവസം പറഞ്ഞല്ലോ. അതന്നെ നല്ലൊരു കാര്യമാണ്. കോടതിയിലത്തെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദേവസ്വം പാലിച്ചില്ലെങ്കിൽ കോട്ടലക്ഷ്യ നടപടിക്ക് വിധേയനായിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും ചെയർമാനൊക്കെ ഒരുക്കിക്കോളാൻ. ഈ കുറി തൊടിയിക്കേണ്ട ആനകളെ കൊണ്ടുവരുന്നത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ പറയും. എന്നുവെച്ചാൽ കുറി തൊടിക്കേണ്ട ആവശ്യമൊന്നും ആനയ്ക്കില്ല. മാത്രമല്ല, ശരീരത്തെ പലവിധ പാടുകൾ മറക്കാനായിട്ട് അവർ പല സ്ഥലത്തും കുറി തൊടുന്നുണ്ട്. അപ്പോൾ കുറി തൊടാതെ ആനകളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് നമ്മൾ സ്വാഗതം ചെയ്യാണ്. ആനയ്ക്ക് എന്തിനാണ് കുറി? ആനയ്ക്ക് വേണ്ടത് പീഡനമില്ലാത്ത ജീവനമാണ്.